ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നിങ്ങൾക്കേവർക്കും പ്രൈം ടൈമിൻ്റെ സ്കെയിലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ന് ഏറ്റവും നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത എം ഡിയുടെ പ്രശ്നം തന്നെയാണ്. ഈശോ എഴുത്തുകാരെന്ന് വേണമെങ്കിൽ പറയാവുന്ന എം ഡി വാസുദേവൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നൊരു അവസ്ഥ ഇപ്പോഴുണ്ട്. ഒരുപക്ഷെ മലയാള സാഹിത്യരംഗത്ത് ഇത്രയും സർഗാത്മകത പ്രകടിപ്പിച്ച എഴുത്തുകാരിൽ എത്ര പേർ വേറെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വിരലെണ്ണി എടുക്കാൻ കഴിയും. ചലച്ചിത്രത്തിൻ്റെ തിരക്കഥാ രചനയിലായാലും അദ്ദേഹം ഒരു സർവകലാശാലയായി മാറി. എം ഡിയുടെ തിരക്കഥകൾ അത് വായിച്ചു പഠിക്കാനാണ് പുതിയ സിനിമാക്കാരെല്ലാം ശ്രമിക്കുന്നത്. കാലത്തിൻ്റെ വെല്ലുവിളിക്കപ്പുറം കടന്നു പോകുന്ന എഴുത്തിൻ്റെ സാധന ഉള്ള ഒരു എഴുത്തുകാരനാണ് ഇപ്പോൾ. വളരെ ഒരു ആസന്ന നിലയിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് അറിയുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന എം ഡി വളരെ വേഗം അദ്ദേഹം ആരോഗ്യത്തോടെ മടങ്ങി വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈം വിത്ത് സ്കെയിലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടരുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിന് ഇതിനിടയിൽ ഹൃദയസ്തംഭനം ഉണ്ടായി, കാർഡിയക് അറസ്റ്റ് വന്നു. എന്നാൽ ഹൃദ്രോഗ വിദഗ്ധന്മാരൊക്കെ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെ പല ജനപ്രതിനിധികളും ഇന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ചിരപരിചിതരായ സുഹൃത്തുക്കളും എം ഡിയെ കാണാൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തി. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുകയാണ്. ദീപക്, എം ടി എന്ന് പറയുന്ന എഴുത്തുകാരന് തുല്യം എം ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക കേരളത്തിനും അതുപോലെ കേരളത്തിന് പുറത്തുമുള്ള എഴുത്തുകാരൊക്കെ തന്നെ എം ഡിയെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ച അന്വേഷണം ഒരുപാട് ചാനലിലേക്കൊക്കെ വരുന്നുണ്ട്. പറയൂ. എസ് കെ എൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഈ വാസുദേവൻ നായരാണ് എം ടി എന്ന രണ്ടക്ഷരത്തിൽ മലയാളത്തിനെ ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ പോലും എത്തിക്കാൻ ഉതകും വിധത്തിൽ ലോക സാഹിത്യത്തിലേക്ക് മികച്ച സംഭാവനകൾ ചെയ്തത്. ആ എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ നിന്നും തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ സാഹിത്യത്തെ സ്നേഹിക്കുന്നവർ. പക്ഷേ എന്നാൽ അല്പം മുൻപും അവിടുത്തെ ഡോക്ടേഴ്സുമായി സംസാരിക്കുന്ന സമയത്ത് എം ടിയെ പരിരക്ഷിക്കുന്ന, എം ടിയെ ചികിത്സിക്കുന്ന മെഡിക്കൽ ബോർഡിലെ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയും ഇല്ല എന്നുള്ളതാണ്. അതായത് കാലത്ത് 11 മണിയോടെയാണ് ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത്. അത് കഴിഞ്ഞ് 5:20 രണ്ടാം മെഡിക്കൽ ബുള്ളറ്റിൻ. ഇതിലെല്ലാം തന്നെ കാർഡിയാക് അറസ്റ്റിന് ശേഷം ശ്വാസഗതി വളരെ മോശമാണ്, ആരോഗ്യനില വളരെ മോശമാണ് എന്നുള്ളതാണ്. ആ സ്ഥിതിയിൽ നിന്നും ഒട്ടും പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്പം മുൻപും ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, എസ് കെ എൻ മലയാള ഭാഷയ്ക്ക് എം ടി നൽകിയ സംഭാവന അത് സാഹിത്യത്തിലായാലും സിനിമയിലായാലും എല്ലാം സർഗസൃഷ്ടിയിലെ തമ്പുരാൻ എന്ന് ഒറ്റ സംശയമില്ലാതെ വിളിക്കാവുന്നത് എം ടിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളാകെ ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥനയിലാണ്, ആശയിലാണ്, പ്രത്യാശയിലാണ്. എസ് കെ എൻ പറഞ്ഞതുപോലെ എം ടി തിരിച്ചു വരും. പക്ഷേ എം ടി ഒരു അത്ഭുതമാണ്. അത് മലയാള സാഹിത്യത്തിലും മഹാത്ഭുതം മാത്രമല്ല, ജീവിതത്തിലും അത്ഭുതമാണ്. കാരണം ഇതിനു മുൻപും മരണശയ്യയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയ വേളയിലെല്ലാം എം ടി തിരിച്ചു വന്നിട്ടുണ്ട്. അത് പതിറ്റാണ്ടുകൾ മുൻപും അതുപോലെ കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങളിലുമെല്ലാം നമ്മൾ കണ്ടതാണ്. എം ടി ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം പറയുന്നത് അങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ എം ടി അഭിമുഖം നൽകിയത് 24-നായിരുന്നു, ഒരു ദൃശ്യമാധ്യമത്തിന്. ആ അഭിമുഖ വേളയിലും ജീവിതത്തെക്കുറിച്ച്, അത് നവതിയുടെ ഭാഗമായിരുന്നു ആ അഭിമുഖം. അന്നും എസ് കെ എൻ പറഞ്ഞത് ജീവിതം ഒരു യാത്രയാണ്, ആ യാത്രയിൽ ഇടയ്ക്ക് വേഗം കുറയും, പിന്നീട് വേഗത കൈവരിക്കുമെന്നാണ്. ഒരുപക്ഷെ എം ടിയുടെ ഈ ജീവിതയാത്രയിൽ ഇതൊരു വേഗത കുറവായി മാറി പിന്നീട് വേഗം കൈവരിച്ച് എം ടി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അത്രമേൽ മികച്ച പരിരക്ഷയാണ് ആശുപത്രിയിൽ നൽകുന്നത്. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ മിക്കവാറും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ, എം എൻ കാരശ്ശേരിയും എം എ ബേബിയും എല്ലാവരും എത്തി എം ടിയെ കാണാൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല, എം ടിയെ ഏറ്റവും ഒടുവിൽ കണ്ട എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞത് എം ടി ശ്വാസം എടുക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ എം ടി ശ്വാസം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എം ടിക്കാരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എസ് കെ എൻ. ഏതായാലും എം ടി തിരിച്ചു വരുമെന്ന പ്രത്യാശയിൽ തന്നെ നമുക്ക് ഈ രാവിൽ ഗുഡ് മോർണിംഗ്, അടുത്ത ഗുഡ് മോർണിംഗിൽ ഒരു പ്രത്യാശയുടെ വാർത്ത പങ്കുവയ്ക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ വേളയിൽ പറയാൻ പറ്റുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് നൽകുന്ന സൂചനകൾ അങ്ങനെയല്ല താനും എസ് കെ എൻ.
ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് MD ഇപ്പോൾ ഉള്ളത്. MD വാസുദേവൻ നായർ എന്ന ഇതിഹാസത്തിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അദ്ദേഹം വളരെ വേഗം ആരോഗ്യവാനായി മടങ്ങി വരട്ടെ എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് പ്രേക്ഷകർ MDയുടെ ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം വളരെ വേഗം തിരിച്ചു വരുമെന്ന് പ്രത്യാശയൊക്കെ പല പ്രേക്ഷകരും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം MDയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും ഒരാൾക്കൂട്ടത്തിൽ തനിയാകാത്ത മനുഷ്യനാണ് MD വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കവിത തുളുമ്പുന്ന കവിത തുളുമ്പുന്ന സംഭാഷണങ്ങളൊക്കെ തന്നെ മലയാള സിനിമയിൽ എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ MD വരാതിരിക്കില്ല. മഞ്ഞ് എന്ന നോവലിൻ്റെ അവസാനം വിമല ടീച്ചർ പറയുന്നൊരു ഡയലോഗ് അതാണ്, വരാതിരിക്കില്ല. ആ ഒരു നല്ല പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSSുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൽ ഇപ്പോൾ 5 പേരാണ് താക്കോൽ സ്ഥാനത്തിനായി നടക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ താക്കോൽ കിട്ടാൻ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ 5 പേര് താക്കോലിന് വേണ്ടി നടന്നുണ്ട്. രമേശ് എന്താ കുറവ്? മുഖ്യമന്ത്രിയെ കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ. എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമുഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്നായിരുന്നു K മുരളീധരന്റെ മറുപടി. അല്ല, അതൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗേജിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഏൽപ്പിക്കുകയല്ലേ നല്ലത്. ഞങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഇലക്ഷൻ ജയിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. ഇനി 1.25 കൊല്ലം ബാക്കിയുണ്ട്, ഒരുപാട് ജോലി ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒക്കെ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാം. തിരുവനന്തപുരത്ത് സലീം മാലിക് തത്സമയം ചേർന്നു. സലീം മാലിക്, പെട്ടെന്ന് ഈ മുഖ്യമന്ത്രി കസേരയെക്കുറിച്ച് കോൺഗ്രസിൽ കൂടുതൽ ചർച്ചകൾ വരാൻ എന്താണ് സലീം മാലിക് കാരണം? തലസ്ഥാനത്ത് എന്തെങ്കിലും പടലപ്പിണക്കമോ അതല്ലെങ്കിൽ അണിയറ നാടകങ്ങളോ അരങ്ങേറുന്നുണ്ടോ? സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രം അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ രണ്ടാം ഇടത് സർക്കാരിൻ്റെ കാലം മുതൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനിടയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ അധികാര കേന്ദ്രം രമേശ് ചെന്നിത്തലയായി മാറുന്നു എന്നൊരു സംശയം വരുന്നത്. പ്രത്യേകിച്ചും ഇടയ്ക്ക് അപ്രസക്തനെന്ന് തോന്നിപ്പിച്ച രമേശ് ചെന്നിത്തല വീണ്ടും കൂടുതൽ കരുത്തനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ചില സൂചനകൾ ലഭിച്ചതാണ്. 11 വർഷങ്ങൾക്ക് ശേഷം NSSൻ്റെ ഒരു വേദിയിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. അവർ എല്ലാ പിണക്കങ്ങളും മാറ്റി ക്ഷണിക്കുന്നു. അതിന് പിന്നാലെ SNDPയുടെ ഒരു പരിപാടിയിലേക്ക് അതേ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ SNDPയിൽ നിന്നൊരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ്റെതായി വരുന്നത്. ആ അഭിപ്രായം ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല, മറിച്ച് കോൺഗ്രസിൽ ആരെങ്കിലും ആ കസേരയ്ക്ക് യോഗ്യനെങ്കിൽ അത് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം. നേരത്തെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രസ്താവനകൾ മാത്രമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കോൺഗ്രസ് നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് ഏറെക്കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ പ്രസ്താവനയിൽ തന്നെ ഒരേ സമയം രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം നൽകുമ്പോൾ അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും നിലവിൽ ഈ K മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, അതിനാദ്യം തെരഞ്ഞെടുപ്പ് ജയിക്കണം, അതിനുശേഷമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി ആര്, കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ വന്നാൽ, ഒരു UDF സർക്കാർ വന്നാൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നത് ഒരു CPIM കൂടി പല വേദികളിലും ആയുധമാക്കിയതാണ്. കഴിഞ്ഞ CPIMൻ്റെ ഈ സമ്മേളന കാലയളവിൽ MV ഗോവിന്ദൻ നടത്തിയ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊക്കെയും കോൺഗ്രസിന് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ട് എന്നുള്ളൊരു പരാമർശമായിരുന്നു നടത്തിയിരുന്നത്. എന്തായാലും ആ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഓട്ടത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തനായി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ജനാർദ്ദൻ നായർ പറയുന്നു, മുഖ്യമന്ത്രി എന്തുകൊണ്ട് MDയെ കാണാൻ പോയില്ല, അതെന്താ ആരും ചോദിക്കാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ജനാർദ്ദൻ നായർ ശരിക്കും അദ്ദേഹം
ICUവിലാണ് ഇപ്പോഴും ഉള്ളത് MD വാസുദേവൻ നായർ. അദ്ദേഹത്തെ ഇങ്ങനെ VIP നിരന്തരമായി സന്ദർശിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. കാരണം അദ്ദേഹത്തെ സാധാരണ ഒരു ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പെടാപ്പാട് പെടുന്ന ഒരു സമയത്താണ് VIP കൂടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ആശുപത്രിക്ക് വരുന്നാൽ ഉള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ രോഗബാധിതനായി ICUവിൽ കിടക്കുകയാണെങ്കിൽ പരമാവധി അതുവഴി പോകാതിരിക്കാം. ആ രോഗിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കർമ്മവും കാര്യവും അതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. നിങ്ങളും അതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ ധാരണ. ശരിക്കും NDA അന്വേഷിച്ച് ഒരുപാട് മന്ത്രി പൊങ്കോന്മാരും മറ്റുള്ള ആളുകളും ഒക്കെ ചെന്നു തുടങ്ങി. അത് പലപ്പോഴും ചില ആൾക്കാർ വളരെ ആത്മാർത്ഥം ഉണ്ടായിരിക്കാം, മറ്റു ചില ആളുകൾ താൻ പോയില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ധരിക്കും, അങ്ങനെ ധരിച്ചായിരിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് VIP കാണാൻ ഇങ്ങനെ ആളുകൾ ചെല്ലാറുണ്ട്. പക്ഷേ അത് പരമാവധി ഒഴിവാക്കണം എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടരവേ നിർണായക കൂടിക്കാഴ്ചകളുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ, AK ആന്റണി, രമേശ് ചെന്നിത്തല എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ K. മുരളീധരനുമായും K. സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള നീക്കമാണ് ഇതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. KPCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് K. സുധാകരന്റെ നീക്കം. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു K. സുധാകരൻ K. മുരളീധരൻ കൂടിക്കാഴ്ച. K. മുരളീധരന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു ചർച്ച. പുനഃസംഘടനാ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എന്നാണ് K. മുരളീധരന്റെ പ്രതികരണം. K. കരുണാകരൻ ഫൗണ്ടേഷന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിന്റെ വർക്ക് പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനങ്ങളെയും കുറിച്ച് ആലോചിക്കാനാണ് വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് തൃശ്ശൂരിന്റെ വിഷയം കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടരണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ പിന്തുണ ഉറപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെയും AK ആന്റണിയെയും വസതികളിലെത്തി K. സുധാകരൻ സന്ദർശിച്ചിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പിന്തുണ ഉറപ്പിക്കാനാണ് K. സുധാകരന്റെ നീക്കം എന്നാണ് സൂചന. പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും K. മുരളീധരനും K. സുധാകരനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പ്രധാനപ്പെട്ട 3 നേതാക്കളെയും നേരിൽ കണ്ട K. സുധാകരൻ തിരുവനന്തപുരത്തുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനെ സന്ദർശിച്ചതുമില്ല. 24 തിരുവനന്തപുരം. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ അറ്റാക്ക് ചെയ്ത് പല പ്രേക്ഷകരും എഴുതുന്ന അശ്വിൻ ടിപ്സ് പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ ചർച്ച എടുത്തിട്ടത് കോൺഗ്രസിൻ്റെ ഐക്യം ഇല്ലാതാക്കാൻ വേണ്ടിയും BJP സഹായിക്കാനുമാണെന്നാണ് ഒരു പ്രേക്ഷകൻ്റെ അഭിപ്രായം. മാത്രമല്ല കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നോക്കിക്കോളും എന്ന് പറയുന്ന ആളുകളുമുണ്ട്. സീന സജിത്ത് പറയുന്ന കാര്യം, ഇന്ത്യയിലെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ പോലീസ് സ്റ്റേഷനെ എരുമയൂർ സ്കൂളിലെ SPC കേഡറ്റ്സ് ആദരിച്ചു. ഇതൊന്ന് വായിക്കാമോ? കുട്ടികൾക്ക് വലിയ സന്തോഷമാകും. കുട്ടികൾ സന്തോഷിച്ചോട്ടെ, ഇപ്പോൾ അവർക്ക് സന്തോഷം കൂടി കാണുമല്ലോ. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ന് വന്ന ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഇടുക്കി കട്ടപ്പനയിൽ ബാങ്ക് സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ കുറിപ്പ് എഴുതി നിക്ഷേപകൻ ഇന്ന് ജീവനൊടുക്കി. CPM നിയന്ത്രണത്തിലുള്ള കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിലാണ് മുളങ്ങാശ്ശേരി സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJP ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മാത്രമല്ല ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ മരണത്തിലേക്ക് തെളിയിച്ച വിട്ട ആളുകളുടെ വിവരങ്ങളൊക്കെ വ്യക്തമായി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച 80 ലക്ഷം രൂപയാണ് കട്ടപ്പന റൂറൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാബു നിക്ഷേപിച്ചത്. 55 ലക്ഷം രൂപ പലപ്പോഴായി തിരികെ ലഭിച്ചു. ബാക്കി 25 ലക്ഷം രൂപയും പലിശയും ബാങ്ക് തിരികെ നൽകാനുണ്ട്. പക്ഷേ ഒരാവശ്യഘട്ടത്തിൽ സാബുവിന് ആ തുക പ്രയോജനപ്പെട്ടില്ല. ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ബാങ്കിൽ സാബു എത്തിയിരുന്നു. എന്നാൽ പണം നൽകാൻ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും തയ്യാറായിരുന്നില്ല. ഇന്നലെ പണം ചോദിച്ചെത്തിയപ്പോൾ അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തെന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. പെങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതലക്കോട് ആശുപത്രിയിൽ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളി ബാങ്കിൽ ചെല്ലുകയും 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വൈഫിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ബാങ്കിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാകുകയും എന്തെന്നുള്ള ഉണ്ടായതായിട്ടാണ് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ബാങ്ക് സെക്രട്ടറി റെജി, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പരാമർശം. ഇവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ മൃതദേഹം വിട്ടു നൽകില്ലെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസും BJPയും വ്യാപാരികളും.
കട്ടപ്പനയിൽ റോഡ് ഉപരോധിച്ചും ഉച്ചയ്ക്ക് ശേഷം ഹർത്താൽ ആചരിച്ചും പ്രതിഷേധം ശക്തമാക്കി. ഇത് നമുക്ക് CPM ഭരിക്കുന്ന എല്ലാ സഹകരണ സംഘങ്ങളിലും ഇന്ന് പണമിട്ടവരെ നിക്ഷേപകരെ ചെന്ന് കഴിയുമ്പം ഒരു ഗുണ്ടായിസ്ഥ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇയാൾ ഓസ്ട്രേലിയയിൽ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്നുണ്ടാക്കിയ പണം കൊണ്ടാണ് ഇവിടെ വന്ന് ഈ റൂറൽ ഡെവലപ്മെന്റ് സെന്ററിൽ പണം ഇട്ടത്. ബാങ്കുകളുടെ കെടുകാര്യസ്ഥത മൂലമാണ് പുള്ളിക്കാരന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്. കാരണം കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ ഹോസ്പിറ്റലിലായിരുന്നു. അവരെ ഡിസ്ചാർജ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പൈസ ആവശ്യപ്പെടുകയും അത് കൃത്യസമയത്ത് കിട്ടാത്ത ഒരു സാഹചര്യം ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സാബുവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് പ്രതികൾക്കെതിരായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നിലപാടുകൾ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കുന്ന നിലപാട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മഹത്യക്കിടയായ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ CPM നിലപാട് സ്വീകരിക്കും. 12 ലക്ഷം രൂപയാണ് സാബുവിന് തിരികെ നൽകാനുള്ളതെന്നും തവണ വ്യവസ്ഥയിൽ എല്ലാ മാസവും തുക തിരിച്ചു നൽകിയിരുന്നതായും ബാങ്ക് അധികൃതർ പറയുന്നു. സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 ഇടുക്കി. കട്ടപ്പനയിലെ നിക്ഷേപകൻ മുളങ്ങാശ്ശേരിയിൽ സാബുവിന്റെ ആത്മഹത്യാ വിഷയത്തിൽ വിശദീകരണവുമായി ബാങ്ക് ഭരണസമിതി രംഗത്ത് വന്നു. 2020 ശേഷം സാബു 90 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. പല തവണയായി തുക പിൻവലിക്കുകയും ചെയ്തു. ബാക്കി നൽകാനുള്ള 12 ലക്ഷം രൂപ മാസത്തവണകളായി നൽകുന്നുണ്ടെന്നും ഭരണസമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ഈ ബാങ്ക് അധികൃതർ പറയുന്നത് അവർ സാബുവിനൊപ്പമാണ്, മരണത്തിന് ശേഷം സാബുവിനൊപ്പമാണ് എന്ന് പറയുന്നത് തന്നെ പരിഹാസമാണ്. അങ്ങനെ തന്നെയാണ്. ഇതിൽ 12 ലക്ഷം രൂപ മാത്രമാണ് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ബാങ്ക് ഭരണസമിതി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് സാബുവിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. 25 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 90 ലക്ഷം രൂപ സാബു നിക്ഷേപിച്ചതാണ്. അതിൽ പല തവണയായി ഈ 12 ലക്ഷം ഒഴികെയുള്ള ബാക്കി തുക പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതും പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഈ സാബുവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഈ ബാങ്ക് ഭരണസമിതി പറയുമ്പോൾ സാബുവിനെ ഒരു ആക്ഷേപത്തോടു കൂടി കാണുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഇത്രയും ഒരു അവസ്ഥയിൽ, അതായത് ഭാര്യ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പണത്തിനായി ബാങ്കിൽ ചെല്ലുമ്പോൾ അവരെ ഈ സാബുവിനെ അസഭ്യവർഷം പറയുകയും അതുപോലെ തന്നെ പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനോവിഷമം കൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടയിൽ ഇത്തരം ഒരു അനുശോചന കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിശദീകരണം കുറിപ്പ് പുറത്തിറക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്നൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ബാങ്കിന് 20 കോടിയിലേറെ രൂപയുടെ കടമുണ്ട് അല്ലെങ്കിൽ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നുള്ളതാണ് ബാങ്കിന്റെ ഈ പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. അതൊന്നും ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ന്യായമോ അല്ല. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സാബുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഈ ബാങ്ക് ഭരണസമിതിക്കും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. റഫീഖ് പറയുന്ന ഒരു കാര്യം, SKN സാബുവിന് നീതി കിട്ടണമെങ്കിൽ ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ ബാങ്കുകാരാണ്. അതുകൊണ്ട് സാബുവിൻ്റെ ഇനിയുള്ള ബാലൻസ് പൈസ കൂടാതെ 10 ലക്ഷം രൂപ അഡീഷണലായി കൊടുക്കണം റഫീഖ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക്. ഡോക്ടർ BR അംബേദ്കറിനെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ പോരിൽ ശീതകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് ഇന്ന് പ്രകടനം നടത്തി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു BJP പ്രതിഷേധം നടന്നത്. ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് ഇന്ന് പിരിഞ്ഞു. ഇന്നലത്തെ കയ്യാങ്കളിക്ക് പിന്നാലെ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധങ്ങൾക്ക് ലോക്സഭാ സ്പീക്കർ വിലക്കേർപ്പെടുത്തിയിരുന്നു. പ്രതിഷേധ കേന്ദ്രം പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷം വിജയ് ചൌക്കിലേക്ക് മാറ്റി. പാർലമെന്റിലേക്ക് അംബേദ്കർ ചിത്രങ്ങളുമേന്തി പ്രതിഷേധ മാർച്ച്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നും പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നേതാക്കൾ. अब ये जानते हैं कि इन्होंने जो किया इनकी असली भावना निकल आई है, जो अम्बेडकर जी के प्रति इनकी असली भावना है वो निकल आई है. इसलिए अब ऑपोजिशन से डर रहे हैं क्योंकि हम इस मुद्दे को उठा रहे हैं, क्योंकि ये इस मुद्दे से जुड़ा पूरे देश का हित है. BJP അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ BJP അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം. बाबा साहेब अम्बेडकर को अपमानित करने का रहा, वो उस पाप को कैसे धो पाएगा? उसने तो अराजकता फैलाई है,
और बाबा साहेब अम्बेडकर बनना चाहते हैं। मैंने बाबा साहेब को इतना छोटा कर देंगे। പാർലമെന്റിന് പുറത്തെ പ്രതിഷേധം ഇരുസഭകളിലേക്കും പടർന്നു. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധം. आप सभी को इस विषय पर नियमों की अनुपालना करना सुनिश्चित करना पड़ेगा. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്ന JPC അംഗങ്ങളെ നിശ്ചയിച്ചുള്ള പ്രമേയം പാസാക്കിയ ശേഷം ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 24 ഡൽഹി. പ്രൈം ടൈം തുടരുകയാണ്. പി ഉണ്ണികൃഷ്ണൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറയുന്നത് പണം ഒരാൾ നിക്ഷേപിച്ച തുകയും പലിശയും കൂടി എത്ര തുകയാണെങ്കിലും അത് കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥമല്ലേ? അത് ആ ബാങ്കിലാണെങ്കിൽ 12 ലക്ഷം പോയിട്ട് 12 രൂപ പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. മാത്രമല്ല 12 രൂപ പോലും പെൻഡിങ് ഇടാനും ബാങ്ക് പാടില്ല. ഇങ്ങനെ പ്രേക്ഷകർ പലരും പറയുന്നുണ്ട്. വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിച്ചാൽ ആ നിക്ഷേപം നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നില്ലെങ്കിൽ പിന്നെന്തിന് ഇതൊക്കെ നിക്ഷേപിക്കാൻ പോകണം എന്ന് നിക്ഷേപകർ ആലോചിക്കില്ലേ? മാത്രമല്ല ബാങ്കിങ് വ്യവസ്ഥയ്ക്ക് തന്നെ അത് വലിയ വെല്ലുവിളിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കട്ടപ്പന ബാങ്കിൽ സംഭവിച്ചതൊന്നും അത്ര സുഖകരമായ കാര്യങ്ങളല്ല. മാത്രമല്ല നിക്ഷേപകനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അദ്ദേഹത്തെ കളിയാക്കുകയും അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും പിന്നെ ബന്ധുക്കളും ഒക്കെ ആക്ഷേപിക്കുന്നത്. ഇതൊന്നും ഒരു ബാങ്കിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളുടെ കരട് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചു. 388 കുടുംബങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. ആക്ഷേപമുള്ളവർ 15 ദിവസങ്ങൾക്കകം അറിയിക്കണമെന്ന് അറിയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. പറയൂ സുർജിത്ത്. ഈ പട്ടികയുടെ ഒന്നാം ഘട്ടമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ 388 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 15 ദിവസത്തിനകം തന്നെ ആക്ഷേപങ്ങൾ അറിയിക്കാവുന്നതാണ്. വീട് നഷ്ടപ്പെട്ടവർ, എവിടെയും വീടില്ലാത്തവർ, വാടക വീട്ടിലോ പാടികളിലോ താമസിച്ചിരുന്നവർ എന്നിവർക്കാണ് ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത്. ജിയോ റഫറൻസ്, KSEBയുടെ കണക്കുകൾ, ഒപ്പം തന്നെ ഹരിതമിത്രം ആപ്പ് എന്നിവ വഴിയാണ് ഇത്തരത്തിൽ ഒരു രേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. മാനന്തവാടി സബ് കളക്ടർക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചുമതല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അതായത് പരാതികളുള്ളവർക്ക് 2025 ജനുവരി 10 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 വരെ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് വെള്ളരിമല വില്ലേജ്, ഒപ്പം തന്നെ മേപ്പാടി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ആരംഭിക്കാൻ ഉള്ള നീക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. എന്തായാലും ഈ ആക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ആക്ഷേപം കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് സ്ഥലപരിശോധന ഉൾപ്പെടെ നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് അവസാനഘട്ട ഈ പട്ടിക സമർപ്പിക്കുക. അടുത്ത ഘട്ടത്തിൽ ഈ സ്ഥലത്തിന്റെ ദൂരപരിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താകും അടുത്ത ഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കും. എന്തായാലും 388 കുടുംബങ്ങൾക്ക് ഈ ടൗൺഷിപ്പിലേക്കുള്ള ആദ്യഘട്ട പരിഗണന എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. ബാങ്ക് ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ കുറിപ്പെഴുതി ബാങ്കിന് മുന്നിൽ നിക്ഷേപകന്റെ ആത്മഹത്യ കട്ടപ്പനയിലെ CPM നിയന്ത്രണത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത് മുളങ്ങാശ്ശേരിയിൽ സാബു. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ചോദിച്ചപ്പോൾ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും കയ്യേറ്റം ചെയ്തെന്ന ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം. നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ച് നാട്ടുകാർ പിരിഞ്ഞുപോയി. ഇടുക്കി കുമളിയിൽ 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവിനും രണ്ടാനമ്മയ്ക്കും തടവും പിഴയും. ഷെരീഫിന് 7 കൊല്ലവും അനീഷയ്ക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ച തൊടുപുഴ സെഷൻസ് കോടതി ഉത്തരവായി. ഇരുവരും 2.5 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. ഷഫീഖിന് നീതി കിട്ടിയെന്ന കുട്ടിയെ പരിചരിക്കുന്ന നഴ്സ് രാഗിണി പറയുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ ആരോഗ്യനില കോഴിക്കോട് ഗുരുതരമായി തുടരുകയാണ്. ഹൃദയസ്തംഭനം ഉണ്ടായെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. MD വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലെന്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി. MD വാസുദേവൻ നായരെ സന്ദർശിച്ച മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക രംഗത്തെ സുഹൃത്തുക്കളും. BR അംബേദ്കർ പരാമർശ വിവാദത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇന്ത്യ മുന്നണി. ഭരണ പ്രതിപക്ഷ പോരിനിടെ ഇരു സഭകളും ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിജയ് ചൌക്കിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ഇന്നും കോൺഗ്രസ് BJP MPമാരുടെ പ്രതിഷേധമുണ്ടായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് JPCക്ക് വിടാനുള്ള പ്രമേയം പാസാക്കി ലോക്സഭ പിരിഞ്ഞു.
ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ കൊടുവള്ളി MS സൊല്യൂഷൻസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡുണ്ടായി. ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും ഫോണുകളും പിടിച്ചെടുത്തു. പോലീസ് നടപടി 7 വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ നീക്കം. സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നതിൽ സ്വകാര്യ ഏജൻസികളെ വിലക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായി. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിലെ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി. VD സതീശനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം. മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. തമ്മിൽ ഭേദം തൊമ്മനാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്ന K മുരളീധരൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ ടൗൺഷിപ്പിലുള്ള ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട പട്ടികയിൽ 388 കുടുംബങ്ങൾ. കരട് പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ 15 ദിവസങ്ങൾക്കകം അറിയിക്കണം. കേന്ദ്ര ബജറ്റിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് കേരളം. വയനാടിനായി 2,000 കോടിയുടെ പാക്കേജ് വേണമെന്നും ആവശ്യം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ഫെമിനിച്ചി ഫാത്തിമ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രം നെറ്റ്പാക് ഫിപ്രസി പുരസ്കാരങ്ങളും ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും നേടി. ഇന്ദുലക്ഷ്മി മികച്ച നവാഗത സംവിധായിക. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ബ്രസീലിയൻ ചിത്രമായ മലുവിന്. അജീഷ് ജയകുമാർ ഫ്രം 24 ന്യൂസ്. ഒരേ സ്ഥാപനത്തിൽ നിന്നുള്ള 2 പേരാണ് സ്പെഷ്യൽ ജൂറി മെൻഷൻ നേടുന്നത്. 24-ന് മികച്ച റിപ്പോർട്ടിംഗിനുള്ള ജൂറി പരാമർശം. കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളി ജംഗ്ഷനിൽ അശ്രദ്ധമായി റോഡ് മുറിച്ച് കടന്ന കുട്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽപ്പെട്ട യാത്രക്കാരന് ദാരുണ അന്ത്യമുണ്ടായി. അപകടം എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ. വയനാട് കാക്കവയലിൽ സ്വകാര്യ ബസിന്റെ അപകടയാത്ര. യുവാവ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രംഗത്ത് വന്നു. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിരുത്തരവാദപരമായ നടപടികൾ. SFI ക്രിമിനലുകളുടെ കൂട്ടമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തി. This is very reprehensible, condemnable. Because they know they can't frighten me. Therefore, they took care that they are not there when I reach the venue. Not a single person was there. When I left the venue, before that they dispersed. Is it okay for Kerala? SFI is not a student organization. They are a bunch of criminals. ഡൽഹിയിൽ നിന്നും അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, ഈ SFI പ്രവർത്തകർ മുഴുവൻ ക്രിമിനൽ സംഘമാണെന്ന് ഗവർണർ പറഞ്ഞു വയ്ക്കുന്നു. തീർച്ചയായിട്ടും SK, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അന്തർദേശീയ സംസ്കൃത സെമിനാറിൽ, അത് കേരള സർവകലാശാലയിൽ നടക്കുന്ന വേളയിൽ ഗവർണർ പങ്കെടുക്കുന്ന ആ ഒരു സെമിനാറിനെതിരെ SFIയുടെ പ്രതിഷേധമുണ്ടായത്. ഇതിൽ അന്ന് പ്രകോപിതനായാണ് ഗവർണർ ആ വേദി വിട്ട് മടങ്ങുന്നത്. എന്നാൽ ഇന്നാണ് ആ വിഷയത്തിൽ വിശദമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയാണ് രൂക്ഷമായ ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതായത് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മികച്ച പോലീസ് സേനയാണ് കേരളത്തിൻ്റെത്. പക്ഷേ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല മുഖ്യമന്ത്രി എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഈ സംഘങ്ങളെ ഇതിനുവേണ്ടി ഇതിൻ്റെ പിന്നിലെന്നും ഈ സംഘങ്ങൾക്ക് പിന്നിലെന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വിമർശനം. അതേസമയത്ത് SFI പറഞ്ഞത്, SFI എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, മറിച്ച് അതൊരു കൂട്ടം ഈ ക്രിമിനലുകളുടെ ഒരു സംഘമാണ്. ഇതിൻ്റെ പല സീനിയർ
ഒട്ടേറെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളും നിരവധി കേസുകളിൽ പങ്കാളികളാണ്. ഇതിനു മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകർ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെ നടത്തിയ അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവർണർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇവർക്കെതിരെ സർവകലാശാലകൾ കൃത്യമായ നടപടിയെടുക്കണമെന്നും ഗവർണർ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുന്ന വേളയിൽ പറയുകയാണ്. അവരുടെ ലക്ഷ്യം തന്നെ ഭയപ്പെടുത്തുകയായിരുന്നില്ല, മറിച്ച് ആ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ വിദേശ പ്രതിനിധികളെ ഭയപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് താൻ ആ വേദിയിലേക്ക് വരുന്ന ഘട്ടത്തിലോ അവിടം വിട്ട് മടങ്ങുന്ന ഘട്ടത്തിലോ SFI പ്രതിഷേധം നടത്താത്തത്. മറിച്ച് സെമിനാർ ആരംഭിച്ച വേളയിലാണ് SFI സംഘം അവിടേക്ക് എത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത്. പോലീസിന് അവരെ തടയുവാൻ സാധിച്ചില്ല എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് SFIക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നടത്തിയിരിക്കുന്നത്. അച്യുതൻ, ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ ശുപാർശ. പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടാനാണ് ശുപാർശ. അനർഹർ എന്ന് കണ്ടെത്തിയ 27 പേരുടെയും ക്ഷേമ പെൻഷൻ റദ്ദാക്കാൻ കോട്ടയ്ക്കൽ നഗരസഭ തീരുമാനിച്ചു. 24 ഇമ്പാക്ട്. പാർട്ട് ടൈം സ്വീപ്പേഴ്സായ 6 പേരെ പിരിച്ചുവിടാനാണ് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ശുപാർശ. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. 6 പേരും ക്ഷേമ പെൻഷൻ ബോധപൂർവം തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരുന്ന ഇവർ ജോലി ലഭിച്ച ശേഷവും ഇക്കാര്യം മറച്ചുവെച്ച് പെൻഷൻ വാങ്ങി. പിരിച്ചുവിടൽ ശുപാർശ സർക്കാർ അംഗീകരിച്ചാൽ മറ്റ് വകുപ്പുകളിലും ഇതേ നടപടി പിന്തുടരേണ്ടി വരും. ആഭ്യന്തര പരിശോധനയിൽ അനർഹർ എന്ന് കണ്ടെത്തിയ 27 പേരുടെ ക്ഷേമ പെൻഷൻ റദ്ദാക്കാൻ കോട്ടയ്ക്കൽ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. നമ്മളെ കൗൺസിൽ തീരുമാനത്തിൽ 27 അനർഹരെയും സസ്പെൻഡ് ചെയ്യാനാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഈ 27 പേർക്കും നമ്മൾ രേഖാമൂലം ഇവിടുന്ന് കത്തയക്കും. സസ്പെൻഡ് ചെയ്തു എന്ന് അറിയിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കത്തയക്കും. അതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹിയറിങ്ങിനായിട്ട് ഈ 27 പേർക്കും നമ്മൾ ഒരു അവസരം കൊടുക്കും. അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഹിയറിങ്ങിന് ഹാജരാവാം. കൃഷി വകുപ്പിലെ 6 പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലുമാണ് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരിൽ കൂടുതൽ പേർ. 24 തിരുവനന്തപുരം. പാർലമെന്റിലെ കയ്യാങ്കളിയിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാർലമെന്റിൽ സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ നടപടി വേണമെന്നാണ് കമ്മീഷൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മോശം പെരുമാറ്റത്തിൽ കമ്മീഷൻ ആശങ്കയും രേഖപ്പെടുത്തി. വിനീത VG ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനീത, പാർലമെന്റിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടാൻ കഴിയുമോ എന്നുള്ളത് നിയമപരമായൊരു പ്രശ്നം തന്നെയാണ്. പറയൂ. തീർച്ചയായും SKN അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തങ്ങൾക്ക് ഈ ഉന്തിലും തള്ളിലും ബുദ്ധിമുട്ട് ഏർപ്പെട്ടുന്നുണ്ട് തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ MP-മാരൊക്കെ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് ഈ ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് മാധ്യമ റിപ്പോർട്ടുകളിലേക്കടക്കം ഈ വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വമേധയാ കേസെടുത്തിരിക്കുന്നതെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പാർലമെന്റിലെ കയ്യാങ്കളിയിലാണ് ഈ സ്വമേധയായുള്ള ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടലുള്ളത്. ഈ പാർലമെന്റിൽ സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ നടപടി വേണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മോശം പെരുമാറ്റത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ രാഹുൽ ഗാന്ധിയുടെ പേരടക്കം ഉന്നയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പെരുമാറ്റം വലിയ രീതിയിലേക്ക് ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് വനിതാ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ BJP അംഗം ഫാങ്നോൺ കൊന്യാക്കിനുണ്ടായ ദുരനുഭവത്തിലാണ് ഈ നടപടിയെന്നും പറയുന്നുണ്ട്. ഇവർ വളരെ വേദനാപൂർവ്വമായി സംസാരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളിലൂടെയാണ് അവരുടെ ദുരനുഭവം ഞങ്ങൾ കണ്ടത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നാണ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൂടി വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റിൽ വനിതാ അംഗങ്ങളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കുമേറ്റ അവഹേളനമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കയ്യാങ്കളിയെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ. ഓക്കെ, താങ്ക് യു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത് സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് സ്വകാര്യ ഏജൻസികളെ വിദ്യാഭ്യാസ വകുപ്പ് വിലക്കി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സ്വകാര്യ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ക്ലാസ് എടുക്കാൻ ഇനി അനുവദിക്കില്ല. കുട്ടികളുടെ വിവരങ്ങൾ നൽകരുത്. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ പറയുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്? SKN ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുന്നോടിയായി
ചോദ്യക്കടലാസുകൾ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നേരത്തെ കിട്ടിയത് ചോർന്ന് കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. അതായത് സ്വകാര്യ ഏജൻസികൾക്ക് ഒരു കാരണവശാലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പരിപാടി നടത്താനോ ക്ലാസ് എടുക്കാനോ അനുവാദം നൽകരുത് എന്നുള്ളൊരു ഉത്തരവാണ്, നിർണായക ഉത്തരവാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. സ്വകാര്യ ഏജൻസികൾക്കും ക്ലാസ് എടുക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു കൊടുക്കരുത്. കുട്ടികളുടെ വിവരം ശേഖരിക്കാൻ ഒരു തരത്തിലുള്ള സൗകര്യം ഒരുക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വിദ്യാഭ്യാസ വകുപ്പാണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. നമ്മളത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ചോദ്യക്കടലാസ് ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ പരീക്ഷയ്ക്ക് മുൻപായി കാണിച്ചതിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർണായക ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസിലും CEO ഷുഹൈബിൻ്റെ വീട്ടിലും ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയുണ്ടായി. ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധനയിൽ പിടിച്ചെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതി രൂപീകരിച്ചെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിലും CEO ഷുഹൈബിന്റെ വീട്ടിലും പരിശോധന നടത്തിയത്. ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. 5 മണിക്കൂറിലധികമാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യാന്നതായിരുന്നു ഉദ്ദേശം. അത് ഞങ്ങൾ കുറച്ച് ഡിവൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കാൻ പറ്റുള്ളൂ. കേസുമായി ബന്ധപ്പെട്ട് AE ഉൾപ്പെടെ 7 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തട്ടിപ്പുൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. അതേസമയം കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. വകുപ്പ് തല സമിതിയുടെ അന്വേഷണത്തിനനുസരിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇപ്പോൾ ഒരു സമിതിയെ ഡിപ്പാർട്ട്മെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന് കൂടുതൽ ട്യൂഷൻ സെന്ററുകളും അന്വേഷണത്തിന്റെ പരിധിയിലാണ്. 24 കോഴിക്കോട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. യൂട്യൂബിലൂടെ ദിനേശ് ഹരിപ്പാട് ചോദിക്കുന്നു, ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായ താങ്കളുടെ അഭിപ്രായം എന്താണ്? മുതിർന്നോ ഞാൻ? എന്ത് ചോദ്യമാണ് എൻ്റെ ദിനേശ് ഹരിപ്പാടെ. ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇനിയും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചെങ്ങന്നൂരിൽ പോലീസുകാരനും ഭാര്യയ്ക്കും നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായി. പുളിക്കീട് സ്റ്റേഷനിലെ സീനിയർ CPO ആരോമലിലെ 3 വയസ്സുള്ള കുഞ്ഞിനും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഭാര്യ ധന്യയുടെ വയറിനും നായയുടെ കടിയേറ്റു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. മനീഷ്, വിശദാംശങ്ങൾ. ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ്. ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായിട്ടുള്ള ആരോമലിന്റെ കുടുംബവുമായി ചെങ്ങന്നൂരിൽ നിന്നും ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ്, ചെങ്ങന്നൂർ ലേൺസ് മാളിന്റെ മുമ്പിലെ റോഡിൽ വെച്ചാണ് ഇവർ 4 പേർ പോകുന്ന സമയത്താണ് പിന്നിലൂടെ നായ ആക്രമിക്കാനായി എത്തിയത്. ആ സമയത്ത് ആരോമലിന്റെ 3 വയസ്സുള്ള കുഞ്ഞുമെ ആരോമൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മാറി. മൂത്ത കുഞ്ഞുണ്ടായിരുന്നു കൂടെ, മൂത്ത കുട്ടിയും ഓടി മാറി. പക്ഷേ ഭാര്യ ധന്യയെ ഈ നായ ചാടി മേത്ത് വീണു, വയറിന്റെ മുകളിൽ കടിച്ചു. പിന്നീട് ഈ ഓട്ടത്തിൽ ആരോമലിന്റെ 3 വയസ്സുള്ള കുഞ്ഞിനും പരിക്കേറ്റു. പിന്നീട് ആളുകൾ ഓടിക്കൂടിയാണ് ഈ നായയെ അവിടെ നിന്ന് ഓടിച്ചത്. അങ്ങനെ 3 പേരെയും പിന്നീട് ആദ്യം ചെങ്ങന്നൂരിലുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ തന്നെ പുളിക്കീഴ് ഉള്ള ഒരു ഓഫീസിലെ ക്ലർക്കാണ്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു, പിന്നീട് തിരുവരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വാക്സിൻ എടുത്തു. നിലവിൽ ഈ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. മനീഷ് മൊഹിബലാണ് ടെലിഫോണിൽ ചേർന്നത്. തൃശൂർ ചാവക്കാട് യുവാവിന് ചീട്ടുകളി സംഘത്തിൻ്റെ ക്രൂരമർദ്ദനം. ചീട്ടുകളി പോലീസിനെ അറിയിച്ചു എന്നാരോപിച്ചായിരുന്നു അവരുടെ മർദ്ദനം. പരിക്കേറ്റ എടക്കഴിയൂർ സ്വദേശി ഷോബി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഒരാഴ്ചയായിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല എന്നറിയുന്നു. സൂരജ് സജിയെ തൃശ്ശൂരിൽ നിന്നും ടെലിഫോണിൽ. സൂരജ് സജിയെ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. 2 മാസം മുമ്പ് ചാവക്കാട് പഞ്ചവടി സെന്ററിൽ ഈ പണം വച്ച് ചീട്ട് കളിച്ച കുറച്ചുപേരെ ഈ പോലീസ് പിടികൂടിയിരുന്നു. ഇത് ഷോബി എന്ന് പറയുന്ന ആളാണ് ഈ പോലീസിന് വിവരം നൽകിയതെന്ന് പറഞ്ഞായിരുന്നു ഈ ഷോബിയെ മർദ്ദിച്ചത്. ഷോബി ഈ പഞ്ചവടി സെന്ററിൽ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനിടയിൽ കാറിലെത്തിയ ഒരാൾ മർദ്ദിക്കുകയായിരുന്നു. ഷോബിയുടെ മുഖത്തടിക്കുകയും പിന്നീട് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതോടെ ഷോബി താഴെ വീണു. നിലത്ത് വീണ ഷോബി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പുറകിൽ നിന്ന് ഇരുമ്പ് വടി കൊണ്ട് ഷോബിയുടെ തലക്കടിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷോബി നിലവിൽ
ചാവക്കാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭി പറയുന്നത് എങ്ങനെയാണ്, അതായത് ചീട്ടുകളി സംഘത്തിന്റെ വിവരം ഒറ്റിക്കൊടുത്തത് താനാണ് എന്ന പേരിലായിരുന്നു മർദ്ദനം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിൽ പോലും ഇതുവരെയും ഈ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല, യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശോഭി ചൂണ്ടിക്കാട്ടുന്നത്. മർദ്ദിച്ച ആളുകളെ പിടികൂടി നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം പരാതി നൽകിയിരിക്കുകയാണ് ഈ മർദ്ദനമേറ്റ ശോഭി. എസ്കെ. ഓക്കെ, സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഹരിവരാസത്തിന് ശേഷവും തീർത്ഥാടകരെ 18-ാം പടി കയറ്റാൻ തീരുമാനം. ഹരിവരാസത്തിന് ശേഷം 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കുന്നവരെയാണ് പടിചവിട്ടാൻ അനുവദിക്കുക. ഇവരെ ക്യൂ കോംപ്ലക്സിൽ പ്രവേശിപ്പിച്ച് പുലർച്ചെ ദർശനം നൽകുകയും ചെയ്യും. അശ്വിൻ പാലാഴി സന്നിധാനത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നു. പറയശ്വിൻ, ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയാണോ അത്? എസ്കേൻ, അത്രയ്ക്കും തിരക്ക് വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഒരു ദിവസം ആകെ ഉണ്ടാകുന്നത് ഏകദേശം 80,000 മുതൽ 95,000 വരെ തീർത്ഥാടകരാണ് ഒരു ദിവസം പൂർണ്ണമായും ശബരിമലയിലേക്ക് എത്തുക. പക്ഷേ ഇന്ന് 8 മണി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ തന്നെ അത് 80,000 കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ സമീപ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത തിരക്ക് ഇന്ന് ശബരിമലയിലുണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് 18-ാം പടിക്ക് താഴെ ഈ 11 മണിയോടുകൂടി ഹരിവരാസനം അവസാനിച്ചതിന് ശേഷവും കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ പടി ചവിട്ടിച്ച് സന്നിധാനത്ത് തന്നെയുള്ള ക്യൂ കോംപ്ലക്സിൽ പ്രവേശിപ്പിച്ച് പുലർച്ചെ 3 മണിക്ക് നട തുറക്കുമ്പോൾ അവർക്ക് ആദ്യ പരിഗണന നൽകി ദർശനം നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. അത് ഇന്നു മുതൽ നടപ്പാക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 18-ാം പടിയിലെ ആളുകളെ എത്രയും വേഗം സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ചുമതല. അതുകൊണ്ട് തന്നെ 18-ാം പടി കയറുന്നവരുടെ വേഗത കുറച്ച് വേഗം അല്പം കൂട്ടിയിട്ടുണ്ട്. ചില തീർത്ഥാടകർ അതിന് പരാതിയും പറയുന്നുണ്ട്. 18-ാം പടിയിൽ നിന്നവരെ വലിച്ചെറിയുന്നു എന്നുള്ള പരാതിയും പരിഭവമൊക്കെ ചില തീർത്ഥാടകർ അറിയിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ പോലീസിന്റെ വേഗത അല്ലെങ്കിൽ ഈ വേഗം എത്രയും പെട്ടെന്ന് തീർത്ഥാടകരെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇതിലും വർദ്ധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. നാളെ മുതൽ ചില നിയന്ത്രണങ്ങളൊക്കെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകളും ദേവസ്വം ബോർഡിന്റെ പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ 1 ലക്ഷത്തിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതുവരെ 86,000 തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തിയിട്ടുമുണ്ട്. ഇനിയും ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ 1 ലക്ഷത്തിന് മുകളിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നാളെ പോലീസിന്റെ പുതിയ ബാച്ച് കൂടി അധികമായി ചുമതലയേൽക്കുകയുമാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു. അശ്വിൻ പല്ലാഴിയാണ് ശബരിമല സന്നിധാനത്തു നിന്നും ചേർന്നത്. ഇന്ന് നല്ല ഭക്തജന തിരക്കാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കൊച്ചിയിൽ സംശയാസ്പദമായി ഹെൽമെറ്റിനകത്തു നിന്നും ഇലക്ട്രോണിക് ഉപകരണം കണ്ടെത്തിയ സംഭവം വഴിത്തിരിവിലേക്ക്. വ്യാജ ബോംബെന്ന് കരുതിയ സാമഗ്രി ആൽക്കഹോൾ ഡിറ്റക്ഷൻ ഹെൽമെറ്റ് എന്ന സ്ഥിരീകരിച്ച പോലീസ്. കാക്കനാട് രാജഗിരി കോളേജിലെ വിദ്യാർത്ഥി എക്സിബിഷന് വേണ്ടി ഉണ്ടാക്കിയ ഹെൽമെറ്റാണിതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ മെട്രോ നഗരത്തിൽ ഹെൽമറ്റിനകത്ത് ഇലക്ട്രോണിക് ഉപകരണം. രാവിലെ അല്പം പരിഭ്രാന്തി ഉണ്ടാക്കി ഈ വാർത്ത. ഹെൽമറ്റ് ആരെങ്കിലും മറന്നു വെച്ചതാണോ എന്ന് സംശയം. ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണോ ലക്ഷ്യം? കുറച്ചു മണിക്കൂറിനുള്ളിൽ നിരവധി സംശയങ്ങൾക്കാണ് ഈ ഉപകരണം ഇടയാക്കിയത്. കാക്കനാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന. ഒടുവിൽ പേടിപ്പെടുത്തുന്നതായി ഒന്നുമില്ല എന്ന് പോലീസിന്റെ സ്ഥിരീകരണം. കാക്കനാട് രാജഗിരി കോളേജ് വിദ്യാർത്ഥികൾ എക്സിബിഷന് വേണ്ടി നിർമ്മിച്ച ആൽക്കഹോൾ ഡിറ്റക്ഷൻ ഹെൽമറ്റാണെന്ന് സ്ഥിരീകരണം. പഠനാവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഹെൽമറ്റ് വലിയ ചർച്ചയായി മാറിയല്ലോ എന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികളെ പഴിക്കരുതെന്ന് പോലീസ്. കോളേജിൽ ഇന്നലെ നടന്ന എക്സിബിഷന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച അതേ ഇലക്ട്രോണിക് യൂണിറ്റുകൾ തന്നെയാണ് അവർ ഇന്നലെ ഇതിനെ അവതരിപ്പിച്ച കുട്ടികൾ ഇതേ ഹോട്ടലിൽ എത്തിയിരുന്നു. അവിടെ ചായ കുടിക്കാൻ വന്ന് തിരിച്ചു വന്ന് സമയത്ത് അവരുടെ വണ്ടി കേടായി. ആ വണ്ടി നന്നാക്കുന്നതിൻ്റെ തിരക്കിൽ ഇത് എടുക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ അടുത്ത വണ്ടിയിലേക്ക് അത് ഷിഫ്റ്റ് ആയതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായി വെരിഫൈ ചെയ്തതിൽ ഇതെല്ലാം ശരിയാണ്. ഇവിടെ അവിടെ കോളേജിലെ മാനേജ്മെൻറ്റ് അവിടുത്തെ സ്റ്റാഫുമായിട്ടും പ്രൊഫസർമാരുമായിട്ടൊക്കെ സംസാരിച്ച് ഇതെല്ലാം വെരിഫൈ ചെയ്തതിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതോടെ സംഭവത്തിന് വിരാമം.
ഇനി ഇത് ചർച്ചയാക്കരുതെന്ന അഭ്യർത്ഥന മാത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. 24 കൊച്ചി. വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മാറമ്പള്ളി MES കോളേജിലെ അതിരുവിട്ട ക്രിസ്മസ് ആഘോഷത്തിൽ 5 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. 10 വാഹനങ്ങൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാറും ജീപ്പും അടക്കമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 24 ഇമ്പാക്ട് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്യാംകുമാർ, എന്തായാലും നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഉടൻ തന്നെ നടപടി വന്നിരിക്കുന്നല്ലോ. SKN തീർച്ചയായും ഇന്നലെ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഇന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കോളേജിലെത്തി. തുടർന്ന് ആഘോഷം നടത്തിയ ആ ജീപ്പും കാറും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കൊണ്ടുപോയി 10 ബൈക്കുകൾ അടുത്ത ദിവസം നേരിട്ട് ഹാജരാക്കാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് അനുമതി നൽകിയതെന്ന് ആവശ്യപ്പെട്ട് കോളേജ് അധികൃതർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഈ വണ്ടി ഓടിച്ചിരുന്ന ആളുകൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ലൈസൻസ് ഇല്ല എങ്കിൽ അതിൽ ക്രിമിനൽ കേസ് എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ വിദ്യാർത്ഥികൾ നടത്തിയ അഭ്യാസ പ്രകടനം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. SK. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഈ ഇന്നത്തെ വാർത്താപ്പകൽ വന്നുപോയ വാർത്തകൾ കാണാതെ പോയ പ്രേക്ഷകർക്കും അതുപോലെ ഈ വാർത്തകളൊക്കെ ഒരിക്കൽ കൂടി കാണാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി നമ്മൾ ഇന്ന് വന്നുപോയ വാർത്തകളെക്കുറിച്ച് വാർത്താപ്പകൽ. IAS തലപ്പത്തെ പോര് പുതിയ തലത്തിലേക്ക്. ചീഫ് സെക്രട്ടറിക്കെതിരെ അസാധാരണ നീക്കവുമായി സസ്പെൻഷനിലായ N പ്രശാന്ത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും A ജയതിലക്, K ഗോപാലകൃഷ്ണൻ എന്നിവർക്കും വക്കീൽ നോട്ടീസ്. നീക്കം ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖ ചമക്കലും ആരോപിച്ച്. അയോധ്യ തർക്കത്തിന് സമാനമായ സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കരുതെന്ന് RSS മേധാവി. പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ച് പരിശോധന നടത്തുന്നത് ശരിയല്ലെന്നും മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്നും മോഹൻ ഭാഗവത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു. അന്ത്യം ഗുരുഗ്രാമിലെ വസതിയിൽ. 4 തവണ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു. വിടവാങ്ങിയത് ഹരിയാന രാഷ്ട്രീയത്തിലെ അതികായൻ. കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ രണ്ടാനമ്മ അനീഷ അറസ്റ്റിൽ. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ കൊലപാതകമെന്ന് അനീഷയുടെ മൊഴി. കൊല ദുർമന്ത്രവാദത്തെ തുടർന്നല്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കൃത്യത്തിൽ പങ്കില്ലെങ്കിലും മന്ത്രവാദം നടത്തിയ നൌഷാദ് കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ കാർ മറിഞ്ഞ് ചങ്ങനാശ്ശേരി സ്വദേശി ബാബു മരിച്ചു. വിയൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി അഖിൽ മരിച്ചു. പെരുമ്പാവൂരിൽ ടോറസ് കയറിറങ്ങി മധ്യവയസ്കന് ദാരുണാന്ത്യം. മരിച്ചത് കാവുംപുറം സ്വദേശി സുബ്രഹ്മണ്യൻ. പാതയോരങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച കേസുകളിൽ പിഴയടയ്ക്കാതെ നിയമലംഘകർ. 60 ലക്ഷത്തിലേറെ രൂപ പിഴയിട്ടെങ്കിലും പിരിഞ്ഞു കിട്ടിയത് 7 ലക്ഷം രൂപയോളം മാത്രം. പിഴയടക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസ്ഥാപനങ്ങൾക്കും അലംഭാവം. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ ഇടുക്കി ഷെഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫിനും രണ്ടാനമ്മ അനീഷയ്ക്കും തടവ് ശിക്ഷ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തൊടുപുഴ സെഷൻസ് കോടതി ഷെരീഫിന് 7 കൊല്ലവും അനീഷയ്ക്ക് 10 വർഷവും തടവ് വിധിച്ചു. സംഭവം നടന്ന 11 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ശിക്ഷ വിധിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. മറ്റു മക്കളുണ്ടെന്നും ജീവിത സാഹചര്യം മോശമാണെന്നും പ്രതികൾ കോടതിയെ അറിയിച്ചു. ഉച്ചയ്ക്ക് മുൻപായി പ്രതികളെ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ കോടതി ഉച്ചതിരിഞ്ഞ് ശിക്ഷ വിധിച്ചു. 1-ാം പ്രതിയായ ഷെഫീഖിന്റെ പിതാവ് ഷെരീഫിന് 7 വർഷം തടവും 2-ാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഷെരീഫ് 50,000 രൂപയും അനീഷ 2 ലക്ഷം രൂപയും പിഴയൊടുക്കണം. പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ്. വെറുതെ തൃപ്തികരമാണ്. പ്രതി മാക്സിമം കൊടുക്കാവുന്ന ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. പക്ഷേ ഈ പ്രതികളുടെ ജീവിത സാഹചര്യങ്ങളും ഈ ഇതിലെ ഒരു സ്ത്രീയും ആയതുകൊണ്ടും അവർക്ക് പിന്നീട് 5 മക്കൾ അവർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ ഒരു കോടതി പരിഗണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് കഴിഞ്ഞ 11 വർഷമായി പരിചരിക്കുന്ന ആയ രാഗിണി പറഞ്ഞു. കോടതി വിധിയോട് വൈകാരികമായിട്ടായിരുന്നു രാഗിണിയുടെ പ്രതികരണം. സന്തോഷമുണ്ട്. സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അവൻ വേദനിച്ചതിന് അത്രയും വരില്ല. 2013 ജൂലൈ 15-നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത്. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതം കുട്ടിയുടെ മാനസിക വളർച്ചയെ സാരമായി ബാധിച്ചു. 24 ഇടുക്കി.
എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ രണ്ടാനമ്മ അറസ്റ്റിലായി. ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കാനായിരുന്നു ഈ കൊലപാതകമെന്ന പ്രതി അനീഷയുടെ മൊഴി. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണ് കൊലപാതകമെന്ന സംശയം തള്ളുകയാണ് പോലീസ്. കോതമംഗലം ഇരുമലപ്പടിക്ക് സമീപമായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. ഭർത്താവ് അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കാനയെ ഇഷ്ടമില്ലാത്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് രണ്ടാനമ്മ അനീഷയുടെ മൊഴി. കൊലപാതകത്തിൽ പിതാവ് അജാസ് ഖാന് പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ദുർമന്ത്രവാദമാണ് കൊലപാതകത്തിന് കാരണമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് മന്ത്രവാദി നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇയാൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായില്ല. ഇതിന് മുമ്പ് കൊറിയാത്തവൻ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീനെ ഈ നൌഷാദിൻ്റെ വീട്ടിൽ 2-3 തവണ കൊണ്ടുപോയിരുന്നു കൺസൾട്ടേഷൻക്ക് വേണ്ടി. അന്നേ ഈ നൌഷാദ് ഈ സ്ത്രീനെ പറഞ്ഞു ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് 3 ബാധ ഉണ്ട്. സോ ആ ബാധയിൽ 3 ബാധയിൽ 2 ബാധ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ഒരു ബാധ മാത്രം ബാക്കിയാണ്. അത് നമ്മൾ അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് മാജിക്സ് ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനീഷയെ മുമ്പ് ദുർമന്ത്രവാദത്തിന് വിധേയയാക്കിയതിന് നൌഷാദിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി അനീഷ കുറ്റം സമ്മതിച്ചത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയാണ് സംസ്കാരം. 24 കൊച്ചി. രാജസ്ഥാനിലെ ജയ്പൂരിൽ രാസവസ്തുവുമായി പോയ ടാങ്കർ ലോറി ട്രക്കിലിടിച്ച് വൻ അപകടമുണ്ടായി. 11 പേർ ഈ അപകടത്തിൽ മരിച്ചു. ടാങ്കർ പൊട്ടിത്തെറിച്ച് 40ഓളം വാഹനങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു. ജയ്പൂർ അജ്മീർ ഹൈവേയിൽ പെട്രോൾ പമ്പിന് സമീപമായി ഇന്ന് രാവിലെയോടെയാണ് അപകടം. രാസവസ്തു നിറച്ചെത്തിയ ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ 11 പേർ മരിച്ചു. 30 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 40ഓളം വാഹനങ്ങൾക്ക് തീപിടിച്ചു. സമീപമുള്ള പൈപ്പ് ഫാക്ടറി, വെയർഹൌസ്, 20 കടകൾ എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. പരിക്കേറ്റവരെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ദേശീയപാതയിൽ അപകടമുണ്ടായതിനെ തുടർന്ന് 300 മീറ്ററോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. 24 ഡൽഹി. 7ാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റു. നെയ്യാറ്റിങ്കര ചെങ്കൽ UP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി നേഹയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, പറയൂ. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. സ്കൂൾ അവധി നാളെ മുതൽ തുടങ്ങുകയാണ്, തിങ്കളാഴ്ച മുതൽ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ട് ക്രിസ്മസ് ആഘോഷം സ്കൂളിൽ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് നെയ്യാറ്റിങ്കര ചെങ്കൽ UP സ്കൂളിലെ ഇന്ന് ഉച്ചയ്ക്ക് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആഘോഷത്തിനിടയിലാണ് 7ാം ക്ലാസ്സുകാരി നേഹയ്ക്ക് പാമ്പ് കടിയേറ്റത്. 12 വയസ്സാണ് ഈ കുട്ടിക്ക് പ്രായം. ഉടൻ തന്നെ അധ്യാപകർ ശ്രദ്ധയിൽപ്പെട്ടതോടെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് നെയ്യാറ്റിങ്കരയിൽ നിന്നുണ്ടായിട്ടുള്ള. നെയ്യാറ്റിങ്കര ചെങ്കൽ UP സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ക്രിസ്മസ് ആഘോഷത്തിനിടെ ഇടയിലാണ് ഈ 12 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റത്. എന്തായാലും അധ്യാപകരുടെ ഇത്രയും ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഈ പാമ്പ് കയറിയത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതിനിടയിലാണ് ഈ അപകടം പറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഇന്നുണ്ടായത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയത് കേരളത്തിൽ നിന്നെത്തിയ ലോറികളെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവത്തിൽ ഏജന്റുമാരായ 2 തിരുനെൽവേലി സ്വദേശികളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാലിന്യം തള്ളിയതിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ RCCക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് പ്രതികരിച്ചത്. തിരുനെൽവേലിയിലെ കല്ലൂർ, പളവൂർ, കൊണ്ടാനഗരം പഞ്ചായത്തുകളിലെ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. കന്നുകാലികൾ കൂട്ടത്തോടെ ബയോമെഡിക്കൽ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും ഭക്ഷണമാക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. കൃഷിത്തോട്ടങ്ങളോട് ചേർന്ന് മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന കുളങ്ങളിൽ വരെ മാലിന്യ കൂമ്പാരം. 4 പഞ്ചായത്തുകളിൽ 11 ഇടങ്ങളിലാണ് മാലിന്യ കൂമ്പാരം. മാലിന്യങ്ങൾക്കിടയിൽ RCCയിലെ രോഗികളുടെ സ്വകാര്യ വിവരങ്ങളടങ്ങിയ ചികിത്സാരേഖകളും വന്നതോടെയാണ് സംഭവം വിവാദമായത്. കേരളം അടിയന്തരമായി മാലിന്യം നീക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് തിരുനെൽവേലി സന്ദർശിക്കും. ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്നും ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് RCCയുടെ വിശദീകരണം.
തുടർ നടപടി സ്വീകരിക്കാൻ RCCക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കമ്പനിക്ക് ടെൻഡർ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ആ കമ്പനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ അല്ലെങ്കിൽ ആ നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് RCCയിലേത് IMAയ്ക്കുമാണ് നൽകുന്നത്. അപ്പോൾ RCCയിലെ ബയോമെഡിക്കൽ വേസ്റ്റ് അവിടെ പോയിട്ടില്ല എന്നുള്ളത് IMAയും RCCയും പറയുന്നുണ്ട്. മറ്റാരെങ്കിലും അവിടെ കൊണ്ടത് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് പാറയും മണലും എടുക്കാൻ വരുന്ന ലോറികൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കേരളയിൽ வந்து வர்ற பெரிய பெரிய லாரிகளில் வந்து இந்த குப்பையை கொட்டிட்டு இங்கேருந்து எம்சண்டு ஜல்லி கல் இதெல்லாம் ஏற்றிட்டு போகிறாங்க. മെഡിക്കൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ വീഴ്ച വരുത്തുന്നുവെന്ന പരക്കെ ആക്ഷേപമുണ്ട്. ഇക്കാണുന്ന അനാസ്ഥയ്ക്കിപ്പോൾ ആരും ഉത്തരവാദികളല്ല. പക്ഷേ ഇതിന്റെ തിക്തഫലം ഇവിടുത്തെ മനുഷ്യരും കന്നുകാലികളും അനുഭവിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ കേരളം ഇടപെട്ട ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ നിന്ന് നീക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ക്യാമറമാൻ അഭിലാഷ് ചൊഴുവങ്കോടിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുനെൽവേലി. ഇനി കാട്ടാനയുടെ കഥയിലേക്ക്. അതിരപ്പള്ളിയിൽ തുടർച്ചയായ 15ാം ദിവസവും കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷിനാശം ഉണ്ടാക്കിയ കാട്ടാനയെ ഇന്ന് രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുരത്തിവിട്ടു. തൃശൂർ പാലക്കാട് ദേശീയപാതയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കാട്ടാന ഓടിച്ചതോടെ കണ്ണൂർ ആറളം ഫാമിൽ കള്ളിയെത്ത് തൊഴിലാളി തെങ്ങിന് മുകളിൽ കുടുങ്ങിപ്പോയി. വന്യജീവി ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് അതിരപ്പള്ളിയിൽ 15ാം ദിവസവും കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നാട്ടുകാർ പുലർച്ചെയോടെയാണ് ആനയെ തുരത്തിയത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാലപ്പള്ളിയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കവരമ്പള്ളി പുതുക്കാട് എസ്റ്റേറ്റിനുള്ളിലെ തോടിന് സമീപമാണ് കാൽപ്പാട് കണ്ടെത്തിയത്. കണ്ണൂർ ആറളം ഫാമിൽ കള്ളിച്ചെത്ത തൊഴിലാളിയെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് തെങ്ങിന് മുകളിൽ കുടുങ്ങി. അരമണിക്കൂറിലധികമാണ് തൊഴിലാളിയായ VK രാഘവന് തെങ്ങിന് മുകളിൽ കഴിയേണ്ടി വന്നത്. തെങ്ങിന്റെ മുകളിൽ കയറി കള്ളെടുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് പകുതിക്കെത്തുമ്പോഴത്തേക്ക് ആന മറഞ്ഞു നിന്നിടത്തുനിന്ന് ഓടി ഇങ്ങോട്ട് വന്നു. ഓടി തെങ്ങിന്റെ മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ തെങ്ങിന്റെ മുകളിലേക്ക് ഓടി കയറി. മുകളിലെത്തിയിട്ട് മറഞ്ഞു നിന്ന് മടലിന്. മറയൂർ ഉദമൽപേട്ട റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പാലക്കാട് ധോണിയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 24 തൃശൂർ. എന്തായാലും കാട്ടാനശല്യത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് സമാപിച്ച കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള ജൂറി പരാമർശം 24 തിരുവനന്തപുരം ബ്യൂറോയിലെ പ്രതിനിധികളായ സലീം മാലിക്കിനും അജീഷ് ജയകുമാറിനും കിട്ടി. മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ വിതരണം ചെയ്തു. കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. വടകര ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന തൊഴിൽ മേള നാളെയാണ്. ചോമ്പാല CSA ക്രിസ്ത്യൻ മുള്ളർ വിമൻസ് കോളേജിലാണ് തൊഴിൽ മേള. ആഗോള ധ്യാന ദിനത്തിൻ്റെ ഭാഗമായി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ നാളെ സൗജന്യ ധ്യാന പരിപാടികൾ നടത്തും. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പോക്സോ ആക്ട് മെഡിക്കോ ലീഗൽ പ്രോട്ടോകോൾ എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി നാളെയാണ്. കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉദ്ഘാടനം ചെയ്യും. ഇനി വാൽകൃഷ്ണൻ. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ചെന്നിത്തലയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു വെള്ളാപ്പള്ളി ഇന്ന്. ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന സ്നേഹം വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? കാണാം M. അഫ്സലിൻ്റെ ബാലകൃഷ്ണൻ. കടലും കടലാടിയും തമ്മിലുള്ള ഒരു ബന്ധം പുറത്തു വന്നിട്ടുണ്ട്. കടലും കടലാടിയും പോലുള്ള ബന്ധമാണ്. ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കും. കടലും കടലാടിയും മൂപ്പര് പറഞ്ഞു വരുന്നത് ചെന്നിത്തലയും SNDPയും തമ്മിലുള്ള ബന്ധമാണ്. സർവ്വമാന്യനാണ്, അന്തസ്സുണ്ട്. ഓക്കെ, താങ്ക് യു. പക്ഷെ ഈ ബന്ധം സ്വന്തം പാർട്ടിക്കാർ തമ്മിൽ ഉണ്ടോ എന്നാണ് സംശയം. ഇത് കടുംപെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതിനും ഭാഗ്യം എന്ന് പറയുന്നത് വേണം. അത് മൊത്തമേ കോൺഗ്രസ് തന്നെ കണ്ട കക്ഷിനെയാണ്.
പിന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന രമേശിനും ആ കണ്ടകശിനെയും ബാധിക്കും എന്നുള്ള നേരല്ലേ? കണ്ടകശനിയാണെങ്കിലും ചെന്നിത്തലയുടെ മിടുക്കത്തരങ്ങൾ എണ്ണി എണ്ണി പറയാണ് വെള്ളാപ്പള്ളി. രമേശ് ചെന്നിത്തല മിടുക്കനാണ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? ഇത് വലിയൊരിതാണ്. ചെന്നിത്തല അതിനേക്കാൾ വലിയൊരിതാണ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വർണ്ണനകളാണ് ചെന്നിത്തലക്ക് ചാർത്തി കൊടുക്കുന്നത്. രമേശിന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറെ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. കരയില്ല. എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഇതിങ്ങോട്ട് കേട്ടപ്പോ ചെന്നിത്തല ഇങ്ങോട്ട് കോരിത്തരിച്ചു. ഞാൻ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ആളാണ്. എന്തൊരു തെളിച്ചാണ് ആ മുഖത്ത്. സന്തോഷപൂർവ്വം സ്വീകരിച്ചു. താങ്ക് യു. എന്നാ നമുക്ക് മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കാം. കോൺഗ്രസിന് ഭരണം കിട്ടിയാല് ഇത് ആർക്കാ കൊടുക്കുക? രമേശ് എന്താ കുറവ്? കുറവൊന്നുമില്ല. മുഖ്യമന്ത്രിയായി കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാണ്. അത് അതുപോലെയല്ല, പഴയ പോലെയല്ല, അതൊക്കെ മാറി. എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിരുന്ന ഒരു നേതാവ്. KPCC നേതൃത്വത്തിലായാലും MLA ആയിട്ടാണെങ്കിലും അദ്ദേഹം അഖിലേന്ത്യാ ലെവലിൽ പോലും വളരെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമുഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങളെ വിശ്വാസം. ആ വിശ്വാസം കോൺഗ്രസിൽ എല്ലാവർക്കും ഉണ്ടാവുമോ? 5 പേര് താക്കോലിന് വേണ്ടി നടന്നുണ്ട്. അല്ല, ഈ 5 ആൾ ആരൊക്കെയാണ്? രമേശ് ചെന്നിത്തലയുണ്ട്, വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുരളിയുണ്ട്, പിന്നെ ഒരുപാട് കോൺഗ്രസിനകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരി നിൽക്കുകയാണ്. അപ്പൊ ഈ താക്കോൽ ഇപ്പൊ ആർക്ക് കൊടുക്കും? അങ്ങനെ ഒരുപാട് താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടും അടുത്ത ഭരണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് നടക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഒരൈക്യമില്ലാതെ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അതിനെതിരാണ് പറഞ്ഞിരിക്കും UDF കൺവീനർ. അപ്പൊ അടുത്ത തവണയും ഈ താക്കോൽ ആർക്കും കിട്ടൂലേ? കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ 4-5 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ 5-6 മുഖ്യമന്ത്രി കുപ്പായം വെറുതെ ആവുന്ന്. ഒരു കുപ്പായത്തിന്റെ പോക്കറ്റിലെങ്കിലും ഇതൊന്നും ഇടാൻ പറ്റുമോ? ജനിക്കാത്ത ഒരു കൊച്ചിനെ എന്തിന് നമ്മളിപ്പോൾ പേരിടണം? ചെന്നിത്തലക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് ഭരണം കൊടുക്കാൻ വെള്ളാപ്പള്ളിയുടെ മനസ്സ് അനുവദിക്കണില്ല. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30 നമ്മൾ സംപ്രേഷണം ചെയ്യും.